എനിക്ക് സംഭവിക്കും. ആ രാജകുമാരനെയും മോചകനെയും എങ്ങനെ സ്വീകരിക്കും ഈ നാട്? ചപ്പൂർ മാർത്തോമ ചർച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ഹേരോദിൻ വേരോദൻ. പോകാം നമുക്ക് ഹേരോദാവിന്റെ സാമ്രാജ്യത്തിലേക്ക്. നമ്മുടെ കീഴവും ചെമ്പോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ മറവി കാരണം നമ്മുടെ പ്രജകൾക്ക് നമ്മെ ബഹുമാനമുള്ളതായിരിക്കും. ശരി, കഷ്ടം. ആരുടെ എന്താണ് മന്ത്രി നിങ്ങൾ പറയുന്നത്? മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നു. നാം ഉദ്ദേശിച്ചത് നമ്മുടെ രാജഭരണം എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. രാജഭരണം അടിപൊളിയായി പോകുന്നു മഹാരാജൻ. അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കാണ് ഇത്ര ധൈര്യം മഹാരാജനോട് പറയാം? എല്ലാം അടിപൊളിയായി പോകുന്നു മഹാരാജൻ. അതിന് പറഞ്ഞു ഈയിടെയായി നമുക്ക് മാറി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥ പൂർണ്ണമായിരിക്കുന്നു. ഒന്നും പറഞ്ഞില്ല പ്രഭു. പറയുന്നു അങ്ങേ മുഖം കാണിക്കുവാൻ കിഴക്ക് നിന്ന് മൂന്ന് വിദ്വാൻമാർ വന്നിരിക്കുന്നു. കിഴക്ക് നിന്ന് കിഴങ്ങന്മാരോ നമ്മെ കാണാനോ? കിഴക്കന്മാരല്ല പ്രഭു, വിദ്വാൻമാർ. വിദ്വാൻമാർ ഈ കൊട്ടാരത്തിൽ എന്ത് കാര്യം? ശരി, നടത്തുകയുള്ളൂ. യഹൂദന്മാരുടെ രാജാവോ? അത് നാം ഈ ദേശത്ത് അതെങ്ങനെ സംഭവിക്കുന്നത്? എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് വരികയല്ലേ? എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ തിരികെ ഒന്ന് കൊട്ടാരത്തിൽ പറയണം. അപ്പോൾ നമുക്കും ചേർന്ന് നമസ്കരിക്കാമല്ലോ. പോയി വരൂ, പോയി വരൂ. ഇതെങ്ങനെ സംഭവിക്കാം? നാം അറിയാതെ നമ്മുടെ രാജ്യത്ത് ഒരു അവകാശിയോ? മന്ത്രി, ഈയിടെയായി നമ്മുടെ റാണിക്ക് ഒരു സൗന്ദര്യ നോട്ടം കൂടുതലാണ്. ഇനിയും നമ്മുടെ റാണി എന്റെ ഭാര്യയല്ലേ, അവളെ വിശ്വസിക്കാൻ പറ്റില്ല. അവൾ ഇതും ചെയ്യില്ല, അപ്പുറവും ചെയ്യും. ആരല്ലേ?
ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ കൊല്ലും. നിന്നിൽ കൂടെ അല്ലാതെ ഇവിടെ ഒരു അവകാശം എങ്ങനെ ജനിക്കാൻ? എന്ത് രാജൻ എന്നെ സംശയിക്കരുത്. ജന്മനായി എനിക്ക് ഇത്ര സൗന്ദര്യം കൂടിപ്പോയി. അതുകൊണ്ട് അസുരങ്ങൾ പലതും പറയുന്നതാ. ആനിക്കോഴി പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരുന്നതിന്റെ കാരണവന്മാരായി കിട്ടിയ സൗന്ദര്യമാണ്. ഇതൊരു ശാപമായല്ലോ. നീ കിടന്ന് വളവള പറയാതെ ഇവിടെ എന്റെ കീടവും ചെന്നൊരു നഷ്ടപ്പെടുമോ എന്ന പിടിമുറുക്കത്തിലാണ് ഞാൻ. ഞാൻ നിരപരാധി. സത്യം തെളിയും. സത്യമേവ ജഗതേ. ജനത്തെ ഈശ്വര നിനക്ക് എന്തൊക്കെയായി പറയുന്നത്? സത്യം തെളിയുക തന്നെ ചെയ്യും. സംഭവാമി യുഗോ യുഗോ. സംഭവിക്കാനിരിക്കുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. കുറച്ച് സൗകര്യം കൂടിയതൊക്കെ വിഷയത്തിന് തെന്നി മാറുന്നു. ജിൻതോഴി, ഈയിടെയായി ഈ മനുഷ്യന്റെ ഈ സൗന്ദര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയുമില്ല. ജിൻതോഴി, ഇങ്ങനെ പോയാൽ ഈ കട ഞാൻ വിട്ടു. ആനിക്കോഴി, കൊട്ടാരത്തിന്റെ കടകളിൽ ചെന്ന് ആ മുളക് പൊടി വെച്ച് ബാക്കി എല്ലാ പൊടികളും ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എന്റെ ഈ സൗന്ദര്യം ഒന്ന് വർദ്ധിക്കട്ടെ. മന്ത്രി, പ്രഭു, മാഗി എവിടെ? ഇപ്പൊ കൊണ്ടുവരാമല്ലോ രാജൻ. ആ മാഗി ഷെഫ്, 2 മാഗി 2 ഓംലെറ്റും ഇപ്പൊ കൊണ്ടുവരണം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ തലയ്ക്കത് വെളിവ് വീഴട്ടെന്നേ. ശരി ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പെട്ടെന്ന് കൊണ്ടുവരൂ. മന്ത്രി, നാം കൽപ്പിച്ചതെന്തായി? മാഗിയും 2 എഗ് ഓംലെറ്റും ഇപ്പൊ കൊണ്ടുവരും. ഷെഫ് മാഗിയോട് പറഞ്ഞിട്ടുണ്ട് രാജൻ. എന്താണ് മന്ത്രി ഇത്? മന്ത്രിയാണ് ഒരു മന്ത്രി. നാം ഉദ്ദേശിച്ചത് മാഗീസ്, അവിദ്വാൻമാരെയാണ്. ക്ഷമിക്കണം പ്രഭു, മാഗി എന്ന് പറഞ്ഞപ്പോൾ അടിയൻ മാഗി നൂഡിൽസ് ആണ് ഉദ്ദേശിച്ചു. ക്ഷമിക്കണം പ്രഭു. തീറ്റ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? ഈ രാജൻ മനസ്സിലാക്കി കഴിഞ്ഞു. അടിയന് തീറ്റ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ കഴിവ് ഉടവാളില്ലാത്ത മന്ത്രിയുടെ ഭാഗ്യം. വിദ്വാൻമാർ മടങ്ങിയെത്താൻ സമയമായിട്ടില്ല പ്രഭു. പ്രഭു, എന്താണ് അങ്ങയുടെ ഫ്യൂച്ചറി പ്ലാൻ? ആർക്കെങ്കിലും പണി കൊടുക്കാനുണ്ടോ പ്രഭു? ഈ രാജ്യത്ത് ധനം കൊണ്ടും സമ്പാദ്യം കൊണ്ടും ആയുധം കൊണ്ടും ധനമായ എന്നെ നേരിടാൻ ആർക്കാണ് ധൈര്യം? ഈ രാജ്യത്ത് വേറൊരു രാജാവ് വേണ്ട. വേണ്ട. അയ്യോ, റാണിയുണ്ടല്ലോ. റാണിത്തോഴി, നാം നാളെ നാളാമിന് പോകുന്നുണ്ട്. തൊഴി വരുന്നു നമ്മുടെ കൂടെ. ഞാൻ മാവാട്ടം ഇടുന്നുണ്ട്. തോഴിമാരെ, നിങ്ങൾക്ക് മടങ്ങാം. രാജൻ, അങ്ങേ ഞാൻ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നു. അങ്ങേക്ക് ഇതെന്ത് പറ്റി? ആ വിഷയം ഇതുവരെ വിട്ടില്ലേ? നമുക്കൊരു മനസ്സമാധാനവുമില്ല. എന്നെ ഇവിടെ ആരും കേൾക്കാം. നാമാണ് ഇവിടുത്തെ രാജാവും ദൈവവുമല്ല. അതിനങ്ങ് നല്ലതാരും പറഞ്ഞില്ലല്ലോ.
ഇല്ല. പക്ഷേ ആ വിദ്വാൻമാർ വന്നതും അവർ പറഞ്ഞതും എല്ലാം നമ്മെ ഒത്തിരി അടുത്തുന്നു. എന്തായാലും അവർ പോയിട്ട് വരട്ടെ, സത്യങ്ങൾ നമ്മെ ബോധിപ്പിക്കും. അവർ പോയി കുറച്ച് നാളുകളായില്ലേ? അവരെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ. പ്രഭു, അങ്ങേ കാണാൻ മന്ത്രി കാത്തു നിൽക്കുന്നു. കടന്നു മന്ത്രി. ഉത്തരവ്. വിദ്വാൻമാർ പോയിട്ട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലല്ലോ. എന്താ ഇതിനൊരു പരിഹാരം? ഈ രാജ്യത്തിന്റെ കിരീടം പോയി. എന്നാൽ നാം ഒരു കൽപ്പന പുറപ്പെടുവിക്കാം. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊണ്ടുവരുവിൻ. അത്രയ്ക്ക് വേണോ പ്രഭു? വേണം, അത്രയും വേണം. കിഴക്ക് കണ്ട ദിവ്യതാനെ പിന്തുടർന്ന് ഇതാ വിദ്വാൻമാർ ആ രാജപറവെ കണ്ടെത്തി. അപ്പോ യഹൂദന്മാരുടെ രാജാവ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ജനിച്ചിരിക്കുന്നത്. ഓ, അന്ന് നമ്മൾ കാണുന്നത് ആ കുഞ്ഞായിരിക്കുമോ? അതെ, കാര്യം പറയട്ടെ, നമ്മൾ കണ്ട വിവരങ്ങളെല്ലാം രാജാവിനോട് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. അതെ അതെ, പക്ഷേ രാജാവ് വെറും അസുരനാണ്. ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നില്ല. അയാൾക്ക് മുകളിൽ ആരെങ്കിലും വന്നെന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ അയാൾ പക വരുത്തും. അതനുസരിച്ച് നമ്മൾ പോകാതെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. കൊട്ടാരത്തിൽ പോകാതെ. ശരിയാ. ശരി, നിങ്ങൾക്ക് വിടാം. ജോസഫിന് ദൂതനിൽ നിന്നും ആ സന്ദേശം ലഭിച്ചു. മേരി, എടി മേരി, നമുക്ക് പോണം. നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം ഇപ്പൊ. ആ ഹെരോദ രാജാവിന് എന്തോ കട്ടളക്കി അവന്റെ അമ്മ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന്. നമുക്ക് ഓടി മിസ്രൈമിലേക്ക് ഇപ്പൊ രക്ഷപ്പെടണം. ദൈവം തന്റെ പുത്രനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും ഈ കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കില്ല. ഹേരോദാവ് രാജാവിന്റെ കഴിവില്ലാത്ത ഭീകരതയിൽ നിന്നും രക്ഷപ്പെട്ട് അവർ പാലനമായ ഇസ്രയേൽ എന്ന ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. ഹേരോദാവിന്റെ കാലശേഷം ദൈവഹിതത്തിനും പ്രവചനങ്ങൾക്കും മടങ്ങി ജോസഫും മരിയയും 2 വയസ്സുള്ള യേശുവിനെയും കൊണ്ട് ഈ സുരക്ഷിതമായ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ദുരിതങ്ങൾ പിന്നിട്ട് മടങ്ങുന്ന സ്നേഹത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും കഥ. ഇവർ അറിയുന്നു ഓരോ പാതയിലും ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന്. പക്ഷേ മുൻപിൽ അവരെ എന്താണ് കാത്തിരിക്കുന്നത്? കഥ ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് പുതിയൊരു തുടക്കം.